ഹലോ, എല്ലാവർക്കും കൊച്ചിൻ ബൈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് മെനു ആയിട്ടാണ്. നിങ്ങൾക്കെല്ലാം വേഗം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കോമ്പിനേഷൻ അത് നിങ്ങൾക്കത് ഇഷ്ടമാണോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനത് 3-4 റെസിപ്പി ഒരുമിച്ച് കാണിക്കുന്നു. അത് ഞാൻ 1-2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഞാനത് 8 മിനിറ്റിനുള്ളിൽ നിങ്ങളെ അത് ശരിക്കും ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ റെസിപ്പീസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ റെസിപ്പീസൊക്കെ കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഡിഷസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതെ, ഞാനിവിടെ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പരിപ്പ് ഒരു 10 മിനിറ്റ് കുതിർത്തിയതാണ്. എന്നിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രൈയിങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തോരനൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഏറ്റവും ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടുകും ഒരു മുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പടവലങ്ങ ചെറുതായിട്ട് കഷ്ണിച്ച് സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. നിങ്ങൾക്ക് പച്ചമുളക് ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് പച്ചമുളക് ഇട്ടാൽ മതി. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് വേവിച്ചിട്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫെനൽ സീഡ് പെരിഞ്ജീരകവും കൂടെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ തോരനെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, പടവലങ്ങ തോരൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് ഇനി വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക വിതറിയിട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കൊടുക്കരുത്, ഒട്ടിപ്പിടിക്കരുത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറിയിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇനി അതൊന്ന് ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് നല്ല ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പ് 3 വിസിൽ വന്ന് നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്കിഷ്ടമുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെള്ളരിക്ക, ചേന, കായ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവാള ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ വഴറ്റിയെടുക്കാനുള്ളതുണ്ട് കേട്ടോ. അത് നമുക്കിത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. നമുക്ക് എത്ര കഷ്ണമുണ്ടോ ആ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ടതിലേക്ക് ഞാൻ ഈ സാമ്പാർ പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കൂടുന്തോറും സാമ്പാർ പൊടിയുടെ ക്വാണ്ടിറ്റിയും കൂടെ കൂട്ടിയെടുക്കണം. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൊഴുത്തിരിക്കുകയാണ്. കുറച്ചും കൂടെ അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് അടച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് ഈ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടെ കടുക് വറക്കാനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു.
ഇനി അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് വഴറ്റാൻ വേണ്ടിയിട്ട്. അതും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കടുകൊക്കെ പൊട്ടി ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ സാമ്പാറിൽ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടില്ല, വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം തന്നെ വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് അതതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയും ടൊമാറ്റോയും മുരിങ്ങയ്ക്കയും അത് മൂന്നും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 3 ടൊമാറ്റോ 3 തക്കാളി എടുത്തിരിക്കുന്നത്, നല്ല പഴുത്ത 3 തക്കാളി. നിങ്ങൾക്ക് പുളി ചേർത്ത് കൊടുക്കണമെന്ന് ഉണ്ടെങ്കിൽ ഈ തക്കാളിയുടെ നമ്പർ കുറയ്ക്കാം, 2 എണ്ണം എടുത്തിട്ട് കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പുളി ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ 3 തക്കാളി എടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ, ഞാൻ 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. മുരിങ്ങയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ആ സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു വിസിലേ നമ്മൾ വരുത്തിയുള്ളൂ കഷ്ണം ഇട്ടതിന് ശേഷം. നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കഷ്ണമെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ തോരനും മെഴുക്ക് പുരട്ടിയും സാമ്പാറും എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ഈ കഷ്ണമെല്ലാം കൂടെ, കഷ്ണവും ആ സാമ്പാറിൻ്റെ ഇതുമെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്റ്റൗ ഓൺ ചെയ്തു. ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് കൊഴുപ്പ് കൂടുതലായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു, അതായത് ഒരു 1/2 കപ്പ് വെള്ളം. അത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കണം, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഒഴിച്ചു കൊടുത്തോണം. പാകത്തിനത് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടം വരില്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓൾറെഡി കായമുണ്ട്, നല്ല മണമുണ്ട്. ഇനി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഒരു നല്ല മണമായിരിക്കും. അപ്പം ഞാൻ നമ്മുടെ സാമ്പാറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. തോരൻ, മെഴുക്ക് പുരട്ടി. ഇനി നമുക്ക് ഒരു പപ്പടം കൂടെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി പപ്പടം ഞാൻ നടുവിൽ ഒരു ഹോളിട്ട് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കോമളയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹോളിട്ട് കൊടുത്തു. പപ്പടം എല്ലാം വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറൊക്കെ ഉണ്ടാകാനുള്ള ടൈമായി. നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ, അതുകൊണ്ട് ഇത് സ്റ്റൗ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചോറുണ്ണാനുള്ള ടൈമായി. അപ്പോൾ നമുക്ക് പപ്പടം എല്ലാം റെഡിയായി കഴിഞ്ഞു. നമുക്ക് പ്ലേറ്റിൽ ചോറും എല്ലാം വിളമ്പി എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഈ ഡിഷസ് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കോമ്പിനേഷൻ സാമ്പാർ, തോരൻ, മെഴുക്ക് പുരട്ടി എല്ലാവരും ചെയ്യുന്നതാണ്. ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇനി അടുത്ത നല്ല ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.